ബോയ്സ് അങ്ങനെ രാവിലെ ഇവിടെ എഴുന്നേറ്റുണ്ട് ഞാൻ. വെയിലൊക്കെ അടിക്കുന്നത് ഇവിടെ നിന്ന്. ഇപ്പം ചൂട് തോന്നി തുടങ്ങത്ത്. ഓ അയ്യോ എഴുന്നേക്കട്ടെ. ബോയ്സ് അപ്പോൾ ഇതായിരുന്നല്ലേ ഇവിടെ പുറത്ത് ഒരു മലയായിരുന്നതാ. ഒന്ന് ഇറങ്ങട്ടെ ഞാൻ. കുറേയൊക്കെ ഉണ്ടല്ലോ തണുപ്പ്. ഇതിനകത്ത് ചൂടായിക്കോട്ടെ ടെൻറ്റിനകത്ത്. ബോയ്സ് ടെൻറ്റിനകത്തില്ല നല്ല ചൂടാണ്. എന്ന് വെച്ചാൽ പുറത്ത് നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു പരിധി വരെയൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഇത് മല എടുക്കായിരുന്നു കാണിച്ചു തരാൻ. മുഖമൊക്കെ ഒന്ന് കഴിയണം അല്ലേ, അതിന് മുമ്പ് തന്നെ കാണിക്കണ്ടേ. വ്യൂ ഒക്കെ ഇതാണ്. താഴത്തോട്ടത്തെ ഹിൽ ബേട്ടൊക്കെ കാണാമല്ലോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഫുള്ളും മലയാണ്. നല്ല സ്ഥലം ചെയ്തു. ഇതിൻ്റെ പുറയിലോട്ടാണ് ആ കാട് നോക്കേണ്ടത്. ഞാൻ എൻ്റെ കാറിന് അങ്ങോട്ട് വേണ്ടി പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മല കയറിയതാണ്. വലിയ ദൂരമല്ലേ ക്യാമ്പ് അവിടെ. ജസ്റ്റ് കയറി ചെറുതായിട്ട് കുറച്ച് കയറുമ്പോൾ തന്നെ കിതയ്ക്കുന്നു. അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ പോയിട്ട് പോകാൻ എൻ്റെ വയറെന്തോ സുഖേടുണ്ട്. വഴി എന്തോ കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഒന്ന് മൊബൈലും ചാർജും ആദ്യം ചാർജ് ചെയ്യാൻ വെച്ചേക്കാം, എന്നിട്ട് എന്താണെന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് ഇന്നലെ ഇരുന്ന് മറ്റേ ചായ കുടിക്കാൻ വേണ്ടി. കുഴപ്പമില്ല, നൈസാടാ. ടെൻറ്റിൽ നല്ല ചൂടായിരുന്നു. രാവിലെ ഒരു 8 മണിയായ ടെൻറ്റിനകത്ത് കിടന്നപ്പോൾ ഒടുക്കുക ചൂട്. പക്ഷെ ആ ടെൻറ്റ് തുറന്നപ്പോൾ തണുത്ത ചില്ല്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടൊക്കെ എന്തോ ഗ്രാമമാണെന്ന് കണ്ട. ആ ബാത്റൂം കണ്ട ഒരു മലയുടെ സൈഡിലായിട്ട് ഇരിക്കുന്നത്. അതേസമയം ഞാൻ പല്ലൊക്കെ തേച്ച് എന്തുവാണ് കയ്യിലൊക്കെ ഒന്നില്ല പല്ല് തേച്ച്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെയിൽ മോന്തൊക്കെ അടിക്കുമ്പോൾ നല്ല ചൂടാണ്, അല്ലെങ്കിൽ തണലത്തൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പ് ഇവിടെ. ആ ഒരു വ്യത്യാസം. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എത്തിയിരിക്കുകയാണ്. പുട്ടും മുട്ടയും. ഈ പുട്ടും മുട്ടേനെ ഞാൻ ഈ സീനറി എൻജോയ് ചെയ്ത് കഴിക്കുകയായിരിക്കും. പക്ഷേ കൂടുതൽ മുമ്പിലോട്ട് പോകുന്നില്ല, അവിടെ ചൂടാണ്. ആ വെയിലത്ത് ഇറങ്ങുന്നില്ല കഴുത്തിന്. അവിടെ തൊണ്ടതിന് ഇടുന്നതാ. ഈ കാണുന്ന മരം കണ്ട, എനിക്കൊന്ന് ഇത് തന്നെയാണ് ഈ നമ്മൾ പോകാൻ പോകുന്ന കാട് വന്ന്. രാത്രി പൊട്ടിയിട്ടായിരിക്കും. ബ്രോ ഇപ്പം എന്നാ കാട് കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാറുണ്ട്. ചെറിയ ചൂട് കൊണ്ട് ചെറിയ നല്ല ചൂട് കാണും. ഞാൻ കാട്ടിനകത്ത് കയറിയ കേസില്ല. ബ്രോ പറയുന്നത് ഇത് ഈ വഴി ഓഫ് റോഡിങ് ട്രാക്കാണെന്ന്. ഇവിടുന്ന് പോയി വരുമ്പോൾ കുറച്ചുകൂടി വൻ ജീപ്പ് എറിയുന്ന ടൈപ്പ് വൈബാണെന്ന് പറയുന്നു. ഇവിടെ നല്ല ഇറക്കമാണ് കേട്ടോ. ഇത് തിരിച്ച് കയറി വരുമ്പോൾ ഒരു തീരുമാനമാണ്. ഇപ്പോൾ നമ്മൾ നല്ല സ്പോട്ട് നോക്കി ബ്രോ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുക. കുറച്ചുകൂടി ഹെവി ആയിട്ട് വനമുള്ള ഏരിയ. ഇത് ഓഫ് റോഡിൻ്റെ കാര്യം പറഞ്ഞില്ല, ഈ സെയിം റോഡ് തന്നെ. റോഡ് നമ്മൾ ഇതുവരെ മാറിയിട്ടില്ല. ഇവിടെ നിങ്ങൾ ഓപ്പണിംഗ് ആയിട്ട് വരും. 1-2 ആൾക്കാർ അവിടെ കാണുന്നുണ്ട്. അവരടുത്ത് ലോക്കൽസ് ആയിരിക്കും തോന്നുന്നു. ഇവിടെ ഈ തണലത്തെത്തിയപ്പോൾ നല്ല ടെമ്പറേച്ചർ ഡൗൺ അറിയാമെന്ന് വെച്ചാൽ. മറ്റേ ആ വെയിലത്തുള്ള ഫീലിനെക്കാട്ടിലും നല്ല പെട്ടെന്ന് ഡൗൺ ആവും. കുറച്ച് ഹിലിൻ്റെ വഴി കൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക. ഒറ്റയടിക്ക് കാടായല്ല ഇവിടെ. മുന്നോട്ട് വഴിയും കുറവാണ്. ഇടവഴിയൊക്കെ ആരോ പോയത് ഏത് വർഷത്തിൽ പോയ വഴിയാണെന്ന് തോന്നുന്നു. പോയപ്പം എൻ്റെ പുറകിലായിട്ട് കാണുന്ന ആ കാട് കണ്ട, അവിടെയായിട്ട് നമുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് എന്തോ പുറത്ത് കാണുമ്പോൾ കുറച്ച് ക്ലിയറിംഗ് ഉണ്ട്. ആ ക്ലിയറിങ്ങിലോട്ട് വല്ല നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം നാളത്തെ വീഡിയോക്കകത്ത്. എന്തായാലും ഇന്ന് നമുക്ക് തിരിച്ചു പോകാം. ഇനി അങ്ങോട്ട് ഫുള്ളും കയറ്റുക. നല്ല കയറ്റുക ഫുള്ള്. ഇനി വന്ന വഴി കയറി പോവാം. അപ്പോൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ 3 മണി തൊട്ട് അടുത്ത ദിവസം 11 മണി വരെ. അപ്പോൾ ഞാനെന്തായാലും ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് കാര്യം നടത്തണ്ടേ. ഇന്ന് ചെയ്യാൻ പറ്റില്ല, നാളെ ചെയ്യണം. വെളുപ്പിനെ സ്റ്റാർട്ടിങ് നടക്കത്തുള്ളൂ. വെയിലത്ത് ഇറങ്ങിയാൽ മാത്രമേ സീനുള്ളൂ. ഇവിടെ റേഞ്ചും കുറവാണ്. ഇവിടെ ജിയോക്കൊക്കെ ഇവിടെ എയർടെലൊന്നുമില്ല. നൈസാണ് ഇത്ര ഹൈറ്റ് നോക്കി നിൽക്കാൻ. ഒറ്റയടിക്ക് ഞാൻ ഇവിടെ രാത്രി ആ സമയത്ത് വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സാധനം മിസ്സായിപ്പോയി. എൻ്റെ മൈക്കിനൊക്കെ ബാറ്ററി എൻ്റെ കയ്യിൽ ഉണ്ടായില്ല എന്നൊക്കെ ഒന്ന് തപ്പണം. ഒരു പെയർ വേണം. ഒരു പെയറില്ലാതെ ഒരു ദിവസത്തേക്കുള്ള ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ പണി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും എൻ്റെ ടെൻറ്റിനകത്താണ് എൻ്റെ സാധനമൊക്കെ ഇരിക്കുന്നത്. പോയി നോക്കട്ടെ. ഹോപ്പ്ഫുള്ളി ഒരെണ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരെണ്ണം കിട്ടണേ. അതുകൊണ്ട് നമ്മുടെ ടെൻറ്റ് ഇതിനകത്ത് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ബാറ്ററി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ. കിട്ടുമെങ്കിൽ മേടിച്ചേക്കും. ഇപ്പോൾ ബ്രോയുമായിട്ട് പോയിട്ട് ഞാൻ എന്തായാലും ബാറ്ററി മേടിച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ വിലക്കേടായിരിക്കും. ബൈക്കൊക്കെ എങ്ങനെ ഓടിച്ച് കിട്ടുന്ന പോയില്ലേ പൊക്കത്തോട്ട്. അതുവരെ ഞാൻ ഒന്ന് പൊക്കത്തോട്ട് കയറട്ടെ. കയറ്റിക്കൊണ്ടുവരുന്നു. ഫുൾ ത്രോട്ടല്ലോ. എന്തായാലും നമ്മൾ പോവുകയാണ്. ബാറ്ററിയൊക്കെ മേടിക്കും. മിക്കത് ഈ ജീപ്പിലുള്ള വണ്ടികൾ തന്നെയാണ്. ഈ റോഡ് പിന്നെയും കൊള്ളാം. കുറച്ച് കഴിയുമ്പോൾ കാണാം. മെയിൻ സാധനങ്ങളൊക്കെ പോകുന്നൊരു ടാസ്ക് ആണല്ലേ. ഇവിടെ ഈ പച്ചക്കറിയും ആൾക്കാരെ മിക്കവരും വീട്ടിൽ തന്നെയാണ് കുളിപ്പിക്കുന്നത്. അതുകൊണ്ട് ചില സമയങ്ങളിൽ മെയിനായിട്ട് ടൗണിൽ കിട്ടുന്നതല്ലേ. അത് പിന്നെ പോയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ട് ആലപ്പുഴ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. KSRTC ഇവിടെ വരെ വരിക. ഇവിടെ ഹണിയും സ്ട്രോബെറിയുടെ വാങ്ങിയതൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാനാണ്. ടാസ്ക് അവിടെ നിന്ന് ആ മല ഇറങ്ങിയപ്പോൾ താഴത്തെത്തിയപ്പോൾ വേറൊരു മല കയറിക്കൊണ്ടിരിക്കും. അവിടെ എത്തിയ ഒരു ബാറ്ററി ലൈറ്റ് എടുത്തിട്ട്
ഈ ലൈറ്റർ ഇനി കാട്ടിൽ തീ കത്തിക്കാത്ത ഒടുക്കത്തെ മെനക്കേടാണെങ്കിൽ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് എത്ര മെനക്കെടുന്നു, പരിചയമില്ലാത്ത കാട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. വെയിൽ മോന്തയ്ക്ക് ഇങ്ങനെ വീഴ്ത്തായിരുന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പ് ക്ലൈമറ്റ്. ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല, എനിക്ക് ഇത്രയും തണുപ്പ് കുഴപ്പമില്ല, ഇഷ്ടമാണ്. ബോയ്സ് അപ്പം ഞാൻ ചിക്കൻ 65 അടിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. പൊക്കത്ത് എനിക്ക് അവിടെ ചിക്കനൊക്കെ ഉണ്ട് നമ്മുടെ ക്യാമ്പ് സൈഡിൽ. പക്ഷേ എനിക്ക് കുറച്ചേറെ വേണമായിട്ട് കുറച്ച് വെറൈറ്റിയിലൊക്കെ വേണ്ടതുകൊണ്ട് ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ താഴത്തുനിന്ന് മേടിക്കാൻ വരും. ബ്രോ പറയുന്നുണ്ടായിരുന്നു മറ്റേ ആ സിൽവറിൽ കാണുന്നത് സ്ട്രോബെറിയുടെ ഫാമാണെന്ന്. അതേണ്ട അത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അത് ക്യാബേജ് അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ചിക്കൻ 65 കിട്ടി. നമുക്കിനി മലയുടെ മുഖത്ത് കയറാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നു. എല്ലാവരും യൂട്യൂബിലിട്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടിയൊക്കെ റിവേഴ്സ് എടുക്കുന്നത് ജീപ്പിന് പുല്ല് പോലെ ഇരിക്കുക. ഇങ്ങനെ ഇത് നല്ല സ്പോട്ടാണ്, നിങ്ങൾക്ക് വരണമെങ്കിൽ വരിക. ഇതിൻ്റെ കുറച്ച് റിമോട്ട് വൈബാണ്. നിങ്ങൾക്ക് റിമോട്ട് വൈബൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ബ്രോയിൻ്റെ നമ്പർ കൊടുത്തേക്കാം, പിന്നെ അവിടുത്തെ ലൊക്കേഷനും കുറച്ച് നല്ല റിമോട്ടാണല്ലോ. മൂന്നാർ കുറച്ചുകൂടി കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ആകുന്നു. ഇത് പിന്നെ കുഴപ്പമില്ല, ഇതായിട്ട് ആളുകളുണ്ട്, പക്ഷെ എന്നാൽ ആളുകൾ നല്ല ഡിന്നതായിരിക്കും. കുറച്ച് കടകളും അങ്ങനെയൊക്കെയാണ്. എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ചേട്ടൻ ജാം കാണിക്കുകയാണ്. അല്ലേ, ഞാൻ സത്യം പറഞ്ഞാൽ ജാമൊന്നും കഴിക്കാറില്ല, ഞാൻ ബ്രെഡ് ജാമൊന്നും കഴിക്കാറില്ല. പക്ഷെ എന്നാലും ഞാൻ വേണമെങ്കിൽ ജാം മേടിക്കുക. അതെന്തുവാ, എന്ത് ചെറുതേനോ വലുതേനോ? വലുതാ. എത്ര ഇത്? 700. 200 എന്ന് വെച്ചാൽ 200. ഇത് തന്നെ ഗൂഗിൾ പേ എടുക്കുക. അപ്പോൾ ഹണിയും ജാമും ഞാൻ മേടിച്ചിട്ടുണ്ട്. ജാം കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇരിക്കട്ടെ. ഇനി പൊക്കത്തോട്ട് കയറണം, പകുതി വെടി നിന്നതാ. ഇവിടം വരെ എത്തിയില്ല, ഇനി ഹണി ടേസ്റ്റ് ചെയ്യട്ടെ. പഞ്ചസാര കലക്കി ആയരുതെന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ ചേട്ടനെ കണ്ടപ്പോൾ ഒന്ന് സഹായിക്കാൻ തോന്നി മേടിച്ചതാ. ചെറിയ ഡൗട്ടുണ്ട് എനിക്ക്, ഉറപ്പില്ല. ചെറുതായിട്ടൊരു പഞ്ചസാര ഒരുക്കിയതിന് ഞാൻ പക്ഷേ ഡൗട്ട് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ പാസിംഗ് മാർക്ക് കൊടുത്ത് ഓക്കെ എന്ന് പറയാം. വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് ഡെൻസിറ്റി നോക്കാം എനിക്ക്, അല്ലെങ്കിൽ ഇവരെ കത്തിച്ച് നോക്കാം. കരി അങ്ങനെ ഉണ്ടാകത്തില്ല. വെള്ളത്തിൽ നിന്നാലും ഒഴിച്ചാൽ മൂങ്ങി കിടക്കണം സാധനം. അവിടുന്ന് മഴ വരുന്നുണ്ട്, ഇടിയൊക്കെ വെട്ടുന്നത്. ഞാൻ കേൾപ്പിക്കാൻ അവർ കേൾപ്പിച്ച് തരാം. ഇപ്പോൾ വെട്ടിയായിരുന്നു. അപ്പോൾ ക്യാമറ കേൾക്കാം നിങ്ങൾക്ക്. ഒരു കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്ത് എന്ന് വെച്ചാൽ ഉറങ്ങിയിട്ട് കുളിച്ചിട്ട് ഇപ്പോൾ ഒരു പുക വൈബുണ്ട് ഇവിടെ. ഫോഗി വൈബാണെന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും ഞാൻ ടൗണിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ രാത്രിയാകുന്നു. നോക്കാം. പോയപ്പം ഇരുട്ടി ഇവിടെ ഒറ്റയടിക്ക് ഇരുട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യൂസ് ഒന്നും കിട്ടാറില്ല. അത് വൈബ് നല്ല. എനിക്കിവിടെ പൊക്കത്തിൽ നിന്ന് കിടന്നാലും ഉറങ്ങാം. പൊക്കത്തിലാണെങ്കിലും ടെൻറ്റിലാണ് താഴെ കിടക്കുക. ടെൻറ്റാകുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പം ചൂടാകും, അല്ലെങ്കിൽ ചൂട് കാണത്തില്ല. പൊക്കത്തായതുകൊണ്ട് പൊക്കത്തിന് നല്ലതാണ്. ഇപ്പോൾ ഇതിനെ കിടന്നുറങ്ങേണ്ടി വരും. എനിക്ക് ഈ തണുപ്പിലും കിടക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമുക്ക് നാളെ രാവിലെ 8 മണിക്ക് നമ്മുടെ 24 hours ഇൻ ജംഗിൾ സ്റ്റാർട്ടാകാൻ പോവുകയാണ്. അതെങ്ങനെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തമില്ല. ഇവിടെ ചെന്നായെന്ന് പറയുന്നത് അല്ല, ഫോക്സ് ചെന്നായല്ലോ. ഫോക്സ് ഒന്നും കാണത്തില്ലായിരിക്കും, പാമ്പും കാണത്തില്ലായിരിക്കും. എന്തായാലും കാണാവുന്നൊരു സംഭവം ഈ അട്ടയില്ലേ, ഈ മറ്റേ ബ്ലഡ് കുടിക്കുന്ന അത് കുറേ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അത് കരിയുടെ ഇടയിലൊക്കെ ഇരിക്കും, നമ്മൾ നടക്കാനകത്ത് കയറി കടിക്കും. ഞാൻ അതെൻ്റെ കടി കൊണ്ടിട്ടില്ല, അപ്പോൾ എനിക്കറിയത്തില്ല. ഞാൻ ഇരുന്നാലും പെട്ടെന്ന് അറിയത്തില്ലെന്നൊക്കെയാണ്. ഷൂവിൻ്റെ അകത്തോട്ടും സോക്സിൻ്റെ അകത്തോട്ടൊക്കെ കയറും. എന്തായാലും നോക്കട്ടെ, നമുക്ക് നാളത്തേക്ക് അറിയാം. അട്ടയെങ്കിൽ അട്ട. എന്തായാലും നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിരിക്കും. വൻ കാടാണ്, എന്തിരിട്ടവിടെ അവിടെ എങ്ങനെ ഇതിൻ്റെ പുറകിൽ ഒന്നും ഇത് അവിടെ ഒന്നും ലേറ്റ് ചെയ്യില്ല. അട്ടയെങ്കിൽ അട്ട നമ്മൾ മാനേജ് ചെയ്യുക. എല്ലാവരും അത് ഈ കരികളുടെ കടയടി നമ്മളെ സ്മെല്ലാ എന്തോ അടിക്കുവാനും പിന്നെ ഇങ്ങനെ കുഞ്ഞിന്ന് വരും നമ്മുടെ അടുത്തോട്ട്. നിങ്ങൾക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണാമല്ലോ. എനിക്കിത് ക്യാമറയ്ക്കകത്തോട്ട് കാണാൻ പറ്റുന്നില്ല, എനിക്ക് കണ്ണു വെച്ച് കാണാൻ പറ്റുന്നില്ല. വെറും ഇരുട്ടാണ് ഇവിടെ. അത് നമ്മൾ ആ മലയുടെ പുറകിൽ അവിടെ ആയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. I hope you guys are wonderful life. I'll see you guys next time. Till then, take care. Peace. Full irritate. ഇവിടെ കിടക്കട്ടെ, ഇവിടെ നൈസാണ്. ടെൻറ്റ് നോക്കാം. ബൈ.